റാഗിങ്ങിന് ഇരയാവുകയും ഇവർ വാവിട്ട് കരയുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഈ അലർച്ച കേട്ട് മറ്റ് ഫ്ലോറിലുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ ഈ രാത്രികാലത്ത് ഹോസ്റ്റലിലുള്ള സെക്യൂരിറ്റി ജീവനക്കാരനെ അറിയിച്ചതാണ്. എന്നാൽ ഇതിലൊന്നും യാതൊരു വിധത്തിലെ ഇടപെടലും നടത്താൻ ഇയാൾ തയ്യാറായിട്ടില്ല. കൂടാതെ ഈ വിഷയം വന്നപ്പോൾ ഈ ഹോസ്റ്റലിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ നമ്മൾ പോയിരുന്നു. അപ്പോൾ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ നമ്മളോട് സംസാരിച്ചതാണ്, പിള്ളേരുടെ ഒരു കളിതമാശയല്ലേ, ഇതൊക്കെ എന്തിന് ഇത്ര കാര്യമായി എടുക്കുന്നു എന്ന ചോദ്യം നമ്മളോട് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉന്നയിച്ചതാണ്. അപ്പോൾ ഇത്തരം ഒരു ഈ ഒരു വാർത്ത കേട്ട സമയത്ത് എനിക്ക് ആദ്യം തോന്നിയ കാര്യം എന്ന് പറയുന്നത് സെക്യൂരിറ്റി ജീവനക്കാരനെ അവർ പിരിച്ചു വിട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ആ സെക്യൂരിറ്റി ജീവനക്കാരനെ ഇതൊന്നും അല്ല ചെയ്യേണ്ടുള്ളൂ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊക്കെ പിള്ളേരുടെ ഒരു തമാശ കളിയല്ലേ എന്ന്. അങ്ങനെ ഒരു തമാശ കളിയാണെന്നുണ്ടെങ്കിൽ അവനെ ഒന്ന് വിവസ്ത്രനാക്കുക, അതിനുശേഷം അവന്റെ കൈയും കാലം പിടിച്ച് കട്ടിൽ കെട്ടിയിട്ട് കിടത്തിയിട്ട് ഇതുപോലെ ഡിവൈഡറും കോമ്പോസും എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചിട്ട് അവന്റെ ശരീരം ആസകലം അരിഞ്ഞിട്ട് ലോഷം പുരട്ടുക. ആ സമയത്ത് അവൻ നിലവിളിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ തിരിച്ചു പറയുക, ഇതൊക്കെ പിള്ളേരുടെ ഒരു തമാശ കളിയല്ലേ എന്ന്. അയാൾക്ക് ഒരു മക്കൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു സ്നേഹമോ മനുഷ്യപ്പറ്റോ ഉള്ളൊരുത്തനാണെങ്കിൽ അയാൾക്ക് മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മക്കൾക്കാണ് ഇതുപോലെ സംഭവിച്ചെങ്കിൽ ഇവൻ ഇതുപോലെ ആയിരിക്കും പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പം ഇതിനെ ഇത്രയും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കുട്ടികൾ ഇത്രയും കാര്യങ്ങൾ വന്ന് അലറുന്ന സമയത്ത് അത് ഓൾറെഡി അപ്പം മറ്റു കുട്ടികൾ കേട്ടിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മൾ തന്നെ ആ വീഡിയോസ് കണ്ടതാണ് കേട്ടതാണ്, അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയും അലർച്ച വരുന്ന സമയത്ത് ഇത്രയും കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്ന സമയത്ത് ഇവൻ കേട്ടിട്ടും കേൾക്കാത്ത മട്ട് നടിച്ചതായിരിക്കും. അല്ലെങ്കിൽ ഈ കുട്ടികൾ പരാതി പറയുന്ന സമയത്തും അതിനെ വെറുതെ വിടത്തില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയും മനസ്സിലാക്കാനുള്ളൂ, കുട്ടികളിൽ നിന്ന് പണപ്പിരിവ് നടത്തിക്കൊണ്ട് ഈ ക്രൂരന്മാരായിട്ടുള്ള ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഈ പേപ്പട്ടി മക്കൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവിടെ വെള്ളമടിയും ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പങ്ക് ഈ പറയുന്ന വീരനും അല്ലെങ്കിൽ വിരുദ്ധനും കൊടുത്തിട്ടുണ്ടായിരിക്കും. കാരണം മിക്ക സ്ഥലത്ത് നമ്മൾ ഹോസ്റ്റലിലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കഴിയുന്ന സമയത്ത് നമ്മുടെ വാർഡൻ പോലും നമ്മളത്തെ എത്തരത്തിലാണ് പെരുമാറിയിരുന്നെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ 9 മണി അല്ലെങ്കിൽ 9:30 എന്ന് പറയുന്ന ഒരു ടൈം ഉണ്ടെങ്കിൽ വാർഡൻ കൃത്യമായിട്ട് അവരുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി എല്ലാ റൂമുകളും ചെക്ക് ചെയ്യും. ഒരു റൂമിൽ നിന്ന് അവിടെ കിടക്കേണ്ട ആൾക്കാർ തന്നെയാണോ കിടക്കുന്നത്, മറ്റു റൂമിൽ നിന്നുള്ള ഫ്രണ്ട്സ് ആ റൂമിലേക്ക് വന്ന് കിടന്നിട്ടുണ്ടോ, ആരൊക്കെ ഈ പറഞ്ഞ ലൈറ്റ് ഓഫ് ചെയ്യാതിരുന്നിട്ടുണ്ട്, ആരൊക്കെ ഈ പറഞ്ഞ ഫോൺ വിളിച്ച് വെളിയിലും അവിടെ കറങ്ങി നടപ്പുണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ പെൺകുട്ടികൾ മാത്രം കഴിഞ്ഞിരുന്ന ഹോസ്റ്റൽ റൂമിൽ പോലും അത്രയും കാര്യനിർവഹണത്തോടെ ചെയ്യാൻ കഴിയുന്ന വാർഡന്മാർ ഇവിടെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആൺകുട്ടികൾ കഴിയുന്ന ഇവിടെ 1 or 2 വാർഡൻ നല്ല കഴിവുള്ള കാര്യപ്രാപ്തിയുള്ള വാർഡനെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ചെക്കിങ്ങും ബാക്കി കാര്യങ്ങളും നടത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അവരുടെ വെളിയിലുള്ള ഏതെങ്കിലും ഇവിടെയൊക്കെ വരാന്ത അങ്ങനെയുള്ള പോലെ സ്ഥലത്ത് CCTV ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും രാത്രി കാലങ്ങൾക്ക് ശേഷം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിട്ട് മാറുന്നുണ്ടോ, റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ, ഇതൊക്കെ കൃത്യമായിട്ട് കർശനമായിട്ടുള്ള ഇടപെടലുകൾ ഏർപ്പെടുത്തേണ്ടതാണ്. അതിലപ്പുറത്തേക്ക് ഇത്രയും വലിയ ഒച്ച കേട്ടിട്ടും ഈ പറയുന്ന വാർഡനോ അല്ലെങ്കിൽ ഈ പറയുന്ന സെക്യൂരിറ്റിയോ ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ സ്വബോധത്തോടെ അല്ല അവിടെ ഉണ്ടായിരുന്നത്. അവർ ഈ പറയുന്ന കുടിച്ച് മറിഞ്ഞ് കിടന്നിട്ടുള്ളതായിരിക്കും. അതിലപ്പുറത്തേക്ക് ഇത്രയും വലിയ ഒച്ച കേട്ടിട്ടും ഈ ഒന്നും അനങ്ങിയിട്ടില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇതിവിടെ സ്ഥിരം പരിപാടിയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ വാർത്തയിലൂടെ കേൾക്കുന്ന സമയത്ത് ഇതിന് മുന്നും ഇത്തരത്തിലുള്ള റാഗിങ് ഇവിടെ നടന്നിട്ടുണ്ട്, അതിന്റെ പേരിൽ പോലീസ് കേസ് ഉണ്ടായിട്ടുണ്ട്, അത് പ്രിൻസിപ്പൽ ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് അതുകൊണ്ടാണ് പല കുട്ടികളും ഈ ഒരു ഹോസ്റ്റൽ ഓപ്റ്റ് ചെയ്യാത്തത് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുട്ടികളെ വഴിവിട്ട് നടത്തിപ്പിച്ചത് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയെന്ന തരത്തിലേക്ക് അവർക്ക് കൂടുതൽ ഒത്താശ വെച്ച് കൊടുത്തതിന്റെ പേരിൽ സത്യത്തിൽ ആ സെക്യൂരിറ്റിയെ പിരിച്ചുവിടുകയല്ല ചെയ്യുന്നത്. ഇതിനകത്ത് പ്രതികളോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ആളാണ്. എന്തൊക്കെ ശിക്ഷയാണോ ഇവന്മാർക്ക് കിട്ടുന്നത് അതേപോലെ, കാരണം അതിനുള്ള സൗകര്യം കൃത്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തവരാണ് ഈ പറഞ്ഞ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇത്രയും നിസ്സാരവൽക്കരിച്ച് ഈ കുട്ടികൾ ഇത്രയും അലറി വിളിക്കുന്ന സമയത്ത് അതെല്ലാം പിള്ളേരുകളിയാണെന്ന് ഇങ്ങനൊരു മനസാക്ഷി ഇല്ലാത്ത ഒരുത്തന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അവനെ മനുഷ്യ വിഭാഗത്തിൽ അല്ലെങ്കിൽ മനുഷ്യഗണത്തിൽ പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അറിഞ്ഞ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ട്രെയിനിലൂടെ, അതെന്താ ഏത് കോളേജ് അങ്ങനെയൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, കോളേജിലേക്ക് ടൂറ് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ടൂറ് പോകുന്നത് കുളു മണാലി ആ സ്ഥലങ്ങളിലേക്കാണ് ടൂറ് പോകുന്നതെന്ന് തോന്നുന്നത്. ട്രെയിനിലാണ് യാത്ര. കോളേജിൽ പിള്ളേരുണ്ട്, ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. ട്രെയിൻ യാത്രയ്ക്കകത്ത് അവരുടെ അധ്യാപകരുണ്ട്, പെണ്ണധ്യാപികയുണ്ട്. ഇവരെല്ലാം ഒരു കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ ആൺകുട്ടികൾ ചീത്ത വിളിക്കുന്നുണ്ട്, പെൺകുട്ടികൾ പച്ചത്തെറികൾ വിളിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്നുണ്ട്. അതിലപ്പുറത്തേക്ക് ആൺകുട്ടികളുടെ മടിയിൽ കയറി പെൺകുട്ടികൾ ഇരിക്കുന്ന സമയത്തും ഇവരൊന്നും മിണ്ടുന്നില്ല ഒരു തരത്തിലും. ആ കമ്പാർട്ട്മെന്റിൽ അവസാനം ശല്യമായതിനു ശേഷം ചില ആൾക്കാർ പറഞ്ഞതിന് ശേഷമാണ് അവർ കുറച്ചെങ്കിലും ഒന്ന് അടങ്ങിയതെന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്
കുട്ടികളെ നിലയ്ക്ക് നിർത്താൻ കഴിയും. അത് കൃത്യമായി ഇടപെടുക എന്നൊരു സംഭവമുണ്ട്. അപ്പൊ കുട്ടികളെ കൃത്യമായിട്ട് വഴിവിട്ടങ്ങ് വിട്ടിരിക്കുകയാണ്. അവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവർ നമ്മുടെ മക്കളല്ലല്ലോ. നമ്മളെ അല്ലാത്തിടത്തോളം കാലം നമ്മൾ കൂടുതൽ നന്നാക്കേണ്ടിയിരിക്കുന്നില്ല. നമുക്ക് നമ്മുടെ സ്വന്തം മക്കളുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ എന്നൊരു ലെവലിലേക്ക് പോകുന്ന സമയത്ത് തന്നെയാണ് ഇത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നതെന്ന് പറയുന്നത്. അതാണ് ഈ കഴിഞ്ഞ ദിവസം ആ ഒരു ട്രെയിൻ യാത്രയിൽ ഉണ്ടായ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അറിവെന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പെൺകുട്ടികളും ആൺകുട്ടികളും ഇത്തരത്തിൽ മടിയിൽ കയറിയിരിക്കുക, ഈ മടിയിൽ കയറിയിരിക്കലും ബാക്കി തരത്തിലോട്ട് പോകലിന്റെ ഭാഗമാണ് പിന്നീട് ക്ലാസ് മുറികൾ പ്രസവ വാർഡുകളായി മാറുന്നതെന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ നിലയ്ക്ക് നിർത്തേണ്ട നമ്മളും പഠിച്ചിട്ട് വന്ന ആൾക്കാർ തന്നെയാണ്. നമുക്കും അധ്യാപകരുണ്ടായിരുന്നു. നമുക്ക് എവിടെ റെസ്പെക്ട് കൊടുക്കണം, എങ്ങനെ നിൽക്കണം, അധ്യാപകരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറിയിരുന്നത്, അതേ ലെവലിൽ പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് ഇന്ന് ജനിക്കുന്ന കുട്ടികൾക്ക് കൊമ്പും പാലോട് കൂടിയൊന്നുമല്ല ജനിക്കുന്നത്. അവരും മനുഷ്യഗണത്തിൽ തന്നെയാണ് ജനിച്ചു വരുന്നത്. അപ്പം നമ്മളോട് ഏത് വിധത്തിൽ പെരുമാറിക്കൊണ്ട് നമ്മൾ ഉണ്ടായിരുന്ന ചില സിസ്റ്റംസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പോഴത്തെ അധ്യാപകർ കൂടുതലായിട്ട് അങ്ങ് ഫ്രീഡം കൊടുക്കുക. പിള്ളേരല്ലേ, പിള്ളേർ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, എന്ത് തെറി വേണമെങ്കിലും വിളിച്ചോട്ടെ, അവരെ കൂടുതൽ അങ്ങ് ഇടപഴകിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരും ഇവിടെ കൃത്യമായിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് മാസത്തിൽ അവസാനം കിട്ടുന്ന ശമ്പളം മാത്രം മതി. അതിലപ്പുറത്തേക്ക് അവർ ഒരു അധ്യാപകരാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് അവർക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുട്ടികളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കില്ല. ഈ പറയുന്ന വീട്ടുകാരുടെ മുന്നിൽ ഈ മക്കളൊക്കെ ഭയങ്കര സത്യസന്ധരും നല്ലവരും ഒക്കെ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്തായിരിക്കും വീട്ടിൽ കാണിക്കാൻ പറ്റാത്ത തോന്നിവാസങ്ങളൊക്കെ ഇവർ വെളിയിൽ ഭയങ്കര ഒരു ഫ്രീഡമായി എടുത്തുകൊണ്ട് ചെയ്യുന്നത്. അപ്പം അതിനെ നിയന്ത്രിക്കേണ്ട ആൾക്കാർ അധ്യാപകർ തന്നെയാണ്. ആ അധ്യാപകർ തന്നെ അവർക്ക് വഴിവെച്ച് കൊടുക്കുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഡ്രഗ്സ് അഡിക്റ്റ് ആവുന്നത്, ഇത്തരത്തിൽ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പെൺകുട്ടികളും ആൺകുട്ടികളും ചെന്ന് കയറുന്നത്. അധ്യാപകർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് അവർക്ക് റെസ്പെക്ട് പോലും വേണ്ടാത്ത തരത്തിലേക്ക് പോകണം. അപ്പം ഇതിനൊക്കെ കൃത്യമായിട്ട് ചില കാര്യങ്ങളുണ്ട്. അപ്പം കൃത്യമായിട്ട് ആന്റി റാഗിങ് സ്ക്വാഡുകൾ എന്ന് പറയുന്നതിന് അത് കാര്യപ്രാപ്തിയുള്ള ആൾക്കാരെ നിയമിക്കുക, അത് കൃത്യമായിട്ട് നടപ്പിലാക്കുക. സ്കൂൾ തലത്തിലായാലും കോളേജ് തലത്തിലായാലും കൃത്യമായിട്ട് ഈ പറയുന്ന ലഹരി മരുന്ന് ഉപയോഗത്തിന്റെ ബോധവൽക്കരണങ്ങൾ നടപ്പിലാക്കുക. അതിലപ്പുറത്തേക്ക് അധ്യാപകർ എന്ന് പറയുന്നത് മാസശമ്പളം വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുന്ന ചില കോമരങ്ങൾ മാത്രമാവുന്നതിലപ്പുറത്തേക്ക് കുട്ടികളെ കൃത്യമായിട്ട് നേർവഴിക്ക് കൊണ്ടുവരിക, അവരോട് ഒന്ന് അടുത്ത് ഇടപഴകുക, കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുക, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലേ. ഈ പറയുന്ന ഒരു വർഷക്കാലം മൊത്തം നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളിൽ എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും അവരെ ശ്രദ്ധിക്കുന്ന ഒരു അധ്യാപകനോ അധ്യാപികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും, അവരോട് നേരെ സംസാരിച്ച് അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിയും. മാതാപിതാക്കളും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നിങ്ങളുടെ അടുത്ത് കുറച്ച് സമയം രാവിലെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി പോകുന്നു, സ്വാഭാവികമായിട്ടും രാത്രിയായിരിക്കും അവരുടെ ക്ലാസ്സുകൾ കഴിഞ്ഞ് വരുന്നത്, പിന്നെ അവർ കിടന്നുറങ്ങുന്നു. നിങ്ങൾ കുട്ടികളെ കാണുന്നതേ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ചില ഫ്രീ അവേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കും. അതായത് ഇവർക്ക് ക്ലാസ് ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ ടൈം കാണും. അവരോട് കൃത്യമായിട്ട് അടുത്തിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുക, മോറൽ വാല്യൂസ് എന്താണെന്ന് കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് കുഞ്ഞിലെ തന്നെ ചെയ്ത് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞിൽ നമ്മൾ പറയത്തില്ല ചുട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയുന്നത് പോലെ കുഞ്ഞിലെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നോ കേൾപ്പിച്ചു കൊടുക്കുന്നോ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് വിട്ടുകൊടുക്കുന്നോ ഇതൊക്കെ തന്നെ ആയിരിക്കും പിടിവാശിയായിട്ട് അവരിലേക്ക് പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ എടുക്കേണ്ട കറക്റ്റ് ആയിട്ടുള്ള റോൾസ് ഇവിടെ ഉണ്ട്. എല്ലാം അങ്ങ് ഈ പറയുന്ന അധ്യാപകരിലേക്ക് കൊണ്ടുപോകേണ്ടതല്ല. ആദ്യത്തെ ഘട്ടം വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്, പേരൻസിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. അവരുടെ അച്ഛനും അമ്മയും എന്ത് സംസാരിക്കുന്നു, എന്ത് പറയുന്നു, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവർ തമ്മിൽ എന്താണ് സംസാരിക്കുന്നത്, ഇതൊക്കെ തന്നെ ആയിരിക്കും കുട്ടികളെ ബാധിക്കുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡും ഈ രീതിക്ക് തന്നെയായിരിക്കും വളർന്നു വരുന്നത്. അച്ഛനും അമ്മയും നല്ല സ്നേഹനിധികളായി നല്ല വാക്കുകൾ മാത്രം പറയുക, കുട്ടികളെ കെയർ ചെയ്യുക, അവരോടിരുന്ന് സംസാരിക്കുക, അവരോട് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുക. ഇങ്ങനൊരു കുടുംബത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ മോറൽ വാല്യൂസിന്റെ വില എന്താണെന്ന് കൃത്യമായിട്ട് കുട്ടികൾ തന്നെ തിരിച്ചറിയുന്ന രീതിയിലേക്ക് പോകും. അതിലപ്പുറത്തേക്ക് എന്താണ് തെറ്റ് ശരിയെന്ന് അവർ തന്നെ മനസ്സിലാക്കാനുള്ള പക്വത അവർക്കുണ്ടാവും. അതിൽ ഇന്നത്തെ കുട്ടികൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള അനുസരിച്ച് അതിജീവനം എന്ന് പറയുന്നൊരു സംഭവം, അതായത് ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ചില കാര്യങ്ങളെ അങ്ങോട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, തരണം ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ചീത്ത വാക്ക് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അധ്യാപകന്റെ കയ്യിൽ നിന്നോ പേരൻസിന്റെ കയ്യിൽ നിന്നോ ഒരു നോ കേട്ട് കഴിഞ്ഞാൽ അവർ പോയി ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ നാട് വിട്ടു പോവുക. ഇത്തരത്തിലേക്ക് കുട്ടികൾ മാറുന്നുണ്ട്. കുട്ടികളുടെ ചിന്താഗതി ഇത്രയും താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഇടിവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് പേരൻസും ഒരു ഉത്തരവാദി തന്നെയാണ്, അധ്യാപകരും ഉത്തരവാദികൾ തന്നെയാണ്. കാരണം അധ്യാപനം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന കുറേയധികം സിലബസ് അരച്ചു കലക്കി കുട്ടികളെ കാണാപ്പാഠം പഠിപ്പിച്ച് അവർക്ക് A+ മേടിച്ചു കൊടുക്കാനുള്ള വെറുതെ ഉള്ള ഈ പറഞ്ഞ റോബോട്ടുകൾ മാത്രമല്ല അധ്യാപകർ എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് അധ്യാപനം എന്ന് പറയുന്ന സമയത്ത് അതിൽ കുറേയധികം കാര്യങ്ങൾ, കുറേയധികം വാല്യൂസ് വേറെ അടങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടുള്ള എത്ര അധ്യാപകർ ഇന്നും ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിരലിൽ എണ്ണാവുന്നവർ മാത്രം എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതും കുട്ടികൾക്ക് അധ്യാപകരെ പേടിയില്ലാതെ
ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും ഇതിൽ കുട്ടികളും ഈ പറയുന്ന കുട്ടികളെക്കാളും ഉപരി അധ്യാപകരും ഈ പറയുന്ന രക്ഷിതാക്കളും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കുട്ടികൾ ഏത് രീതിക്കാണെന്ന് രക്ഷിതാക്കളെക്കാളും കൂടുതൽ ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അധ്യാപകർക്കാണ്. കാരണം കൂടുതൽ ടൈം അവരുമായി സ്പെൻഡ് ചെയ്യുന്നത് അധ്യാപകർ തന്നെയാണ്, വീട്ടുകാർ അധികം അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവരിൽ വരുന്ന മാറ്റങ്ങൾ വീട്ടുകാരെ അറിയിക്കുന്ന സമയത്ത് കൃത്യമായി അധ്യാപകരോടൊപ്പം നിൽക്കുക എന്നൊരു സംഭവമുണ്ട്. അവരിൽ വരുന്ന മാറ്റങ്ങളെ അധ്യാപകർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന സമയത്ത് വീട്ടിൽ വരുന്ന സമയത്ത് അത് ശരിയാണോ എന്ന് സ്വയമേ ഒന്ന് നോക്കുക എന്നൊരു കാര്യമുണ്ട്. ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചേർന്ന് ചെയ്യുക. ഇതിലപ്പുറത്തേക്ക് കുട്ടികൾ കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്നത് പോലെ എൻ്റെ മകൻ നല്ലതാണ്, എൻ്റെ മകൾ നല്ലതാണ്, അവരൊന്നും ചെയ്യില്ല, അവർ തെറ്റായിട്ടൊന്നും ചെയ്യില്ല, അവർ കുരിഞ്ഞു മാത്രമേ നടക്കുള്ളൂ, നൂന്ന് നോക്കാത്ത പെൺകുട്ടിയാണ്, ഇതൊന്നും ഒരു രക്ഷിതാക്കളും പറഞ്ഞ് അഹങ്കരിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ കൺമുന്നിൽ കാണുന്നതല്ല നിങ്ങളുടെ മക്കളുടെ യഥാർത്ഥ ക്യാരക്ടർ, യഥാർത്ഥ സ്വഭാവം. അവർ വെളിയിൽ വന്നു കഴിഞ്ഞാൽ വലിയൊരു ഫ്രീഡമാണ് അവർ നേടിയെടുക്കുന്നത്. പലപ്പോഴും നമ്മൾ കേട്ട് ഞെട്ടുന്ന കാര്യങ്ങളാണ്, വീട്ടിൽ ഒരു ഫ്രീഡവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് വെളിയിൽ ഞങ്ങൾ ഇങ്ങനെയാണെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും ചിന്തിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മക്കൾ ഈ പറഞ്ഞ ഡ്രഗ്സ് അഡിക്റ്റഡ് ആവും, അതല്ലെങ്കിൽ ഇതുപോലുള്ള കേസുകളിൽ പ്രതികളായി ഈ ജയിലുകളിലായിരിക്കും അവരുടെ വാസം എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ കത്തിക്കുത്ത് പോലുള്ള കേസുകളിൽ അത്തരത്തിൽ ആരെങ്കിലും മരണത്തിന് ഇരയാക്കപ്പെടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുകയോ ചെയ്യും. അതല്ലെന്നുണ്ടെങ്കിൽ ഭ്രാന്തന്മാരായിട്ട് സെല്ലുകളിൽ അടയ്ക്കപ്പെടും. ഇതൊക്കെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന അവെയർ ആയിട്ടിരിക്കുക.